ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 50 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 50 ലക്ഷം കടന്നു. വിതരണം ചെയ്ത ഫോമുകളുടെ 18.45%. കളക്ഷൻ ഹബ്ബുകളുടെ പ്രവർത്തനം നാളെയും തുടരുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നല്ല പുരോഗതി ദൃശ്യമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. നഗരത്തിലെ ചില കളക്ഷൻ ഹബ്ബുകൾ താൻ സന്ദർശിച്ചതായും ബിഎൽഒമാർ വളരെ ഉത്സാഹഭരിതരായാണ് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ചയും ജോലിയിൽ വ്യാപൃതരായ ബിഎൽഒമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭിനന്ദിച്ചു. ഇന്ത്യ ഭീകരവാദത്തെ വച്ചു പൊറുപ്പിക്കില്ല. പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ സഹകരിക്കണം. പ്രധാനമന്ത്രി മോദി ദക്ഷിണാഫ്രിക്കയിൽ. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഭീകരവാദത്തിനെതിരെ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഇന്ത്യ ഭീകരവാദത്തെ വച്ച് പൊറുപ്പിക്കില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ 2 നിലപാടുകൾ സാധ്യമല്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗം തടയുവാൻ ആഗോളതലത്തിൽ സംവിധാനം വേണമെന്നും ഇതിനായി ഒരു ആഗോള ഉടമ്പടി വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു. നിർണായക സാങ്കേതിക വിദ്യകൾ മനുഷ്യ കേന്ദ്രീകൃതമാകണം, അല്ലാതെ സാമ്പത്തിക കേന്ദ്രീകൃതം ആകരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം ദേശീയം എന്നതിലുപരി ആഗോളം എന്ന തലത്തിൽ ആകണം. സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നത് തടയുവാൻ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. വിരമിച്ച ശേഷം ഒരു പദവിയും ഏറ്റെടുക്കില്ല. ജസ്റ്റിസ് BR ഗവായ്. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിലപാട് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. സമയപരിധി നൽകുവാൻ സുപ്രീംകോടതിക്ക് കഴിയില്ല. ഓരോ തർക്കവും വ്യത്യസ്തമെന്നും ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കി. സർക്കാരിൽ നിന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും വിരമിച്ച ശേഷം ഒരു പദവിയും ഏറ്റെടുക്കില്ലെന്നും ജസ്റ്റിസ് BR ഗവായി പറഞ്ഞു. ഇന്നാണ് ഗവായി ചുമതലയൊഴിയുന്നത്. അതിനു മുന്നോടിയായി നടത്തിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിരമിച്ച ശേഷം ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞു. ഭരണഘടനയിൽ വാക്കുകൾ ചേർക്കുവാൻ കോടതിക്ക് കഴിയില്ല. അതിനാൽ രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ സമയപരിധി നിശ്ചയിക്കുവാൻ കഴിയില്ല. എന്നിരുന്നാലും ഗവർണർമാർക്ക് ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവയ്ക്കുവാൻ കഴിയില്ലെന്നും പ്രകടമായ കാലതാമസം നേരിടുന്ന സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് പരിഹാരങ്ങൾ തേടാമെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. നിരവധി പേർ കുഴഞ്ഞുവീണു. ടിക്കറ്റ് ഉള്ളവർക്ക് പോലും പരിപാടി സ്ഥലത്തേക്ക് കയറുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. 14 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് വിവരം. ജനങ്ങൾ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. എന്നിട്ടും പിരിഞ്ഞു പോകുവാൻ ജനക്കൂട്ടം തയ്യാറായില്ല. പോലീസ് രണ്ടാമതും ലാത്തി വീശി. കാസർഗോഡ് ഫ്ലീ സംഘടിപ്പിച്ച പ്രദർശനത്തോടനുബന്ധിച്ച് നടത്തിയ സംഗീത പരിപാടിക്കിടെയാണ് തിക്കും തിരക്കും ഉണ്ടായത്. പിതാവിന് ഹൃദയാഘാതം. സ്മൃതി മന്ദനയുടെ വിവാഹം മാറ്റിവച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദനയുടെ വിവാഹം മാറ്റിവച്ചു. പിതാവിന്റെ അനാരോഗ്യത്തെ തുടർന്നാണ് ചടങ്ങ് മാറ്റിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീനിവാസ് മന്ദന അപകടനില തരണം ചെയ്തു. ഇന്ന് മഹാരാഷ്ട്രയിലെ സ്ലാഗ്ലിയിൽ വെച്ചാണ് സ്മൃതിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. വിവാഹ ചടങ്ങുകൾക്കിടെ രാവിലെയാണ് ശ്രീനിവാസ് മന്ദനയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് കരുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാകുവാൻ തുടങ്ങി. റിസ്ക് എടുക്കുവാൻ സാധിക്കില്ലായിരുന്നു. ഉടൻ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് തിരിച്ചു. സ്മൃതിയുടെ മാനേജർ ഒരു ദേശീയ മാധ്യമത്തോടാണ് പറഞ്ഞത്. നിലവിൽ അദ്ദേഹം നിരീക്ഷണത്തിലാണെന്നും മാനേജർ കൂട്ടിച്ചേർത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രതി പൂജ കോഴിക്കോട് നെക്സ്റ്റ് കസബൈൻ ഹോട്ടലിൽ വെച്ച് നടന്നു. ആക്ഷൻ കിങ് ബാബു ആന്റണി, ഇന്ദ്രൻസ്, ഹേമന്ത് മേനോൻ, ജാഫർ ഇടുക്കി, ജോമോൻ ജോഷി, സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോട് തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സീമന്തുള്ളിയിൽ സംവിധാനം ചെയ്യുന്ന പ്രതി എന്ന ചിത്രത്തിന്റെ പൂജ കോഴിക്കോട് നെക്സ്റ്റ് കസബൈൻ ഹോട്ടലിൽ വെച്ച് നടന്നു.
മൂവി ബോംബ് ഫിലിംസിന്റെ ബാനറിൽ സാജിദ് വടകര, സീമന്ത് ഉളിയിൽ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഒരുപാട് സസ്പെൻസുകളിലൂടെ ദൃശ്യവൽക്കരിക്കുന്ന പ്രതി എന്ന ത്രില്ലർ ചിത്രത്തിന്റെ ചിത്രീകരണം വടകരയിൽ ജനുവരിയിൽ ആരംഭിക്കും. നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുവാൻ റെഡി, പക്ഷേ നിബന്ധനകളുമായി ഒവൈസി. ബീഹാറിൽ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുവാൻ തയ്യാറെന്ന് അസദുദ്ദീൻ ഒവൈസി. പാട്നയ്ക്ക് പുറത്തേക്ക് വികസനം എത്തണമെന്നും സീമാഞ്ചൽ മേഖലയിൽ നീതി ലഭിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഒവൈസി നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ തയ്യാറെന്ന് അറിയിച്ചത്. തീവ്രവാദം വളരുവാൻ അനുവദിക്കില്ല എന്ന ഉറപ്പുകൂടി ലഭിച്ചാൽ തന്റെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ നിതീഷിന് നൽകുമെന്നും ഒവൈസി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ AIMIM 5 സീറ്റുകൾ നേടിയിരുന്നു. വികസനം എത്തിനോക്കിയിട്ടില്ലാത്ത മേഖലയാണ് സീമാഞ്ചൽ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പ്രദേശത്തിനായി ഒവൈസി ശക്തമായി വാദിച്ചത്. മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് സീമാഞ്ചൽ. കാലങ്ങളായി വികസനമില്ലാത്ത പ്രദേശമായി ഇത് തുടരുകയാണ്. കുടിയേറ്റവും അഴിമതിയും കാരണം ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാരണം വികസനം പട്നയ്ക്കും രാജ്ഗിരിനും അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ടെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.